അപ്പോൾ ദൈവശക്തി നിറഞ്ഞ ഒരു മനുഷ്യനാണ് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യനെ അപ്രകാരം ചിന്തിക്കാൻ സാധിക്കും. വീണ്ടും നമ്മൾ പരിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അബ്രാഹത്തിന്റെ ജീവിതം തന്നെ നമുക്ക് വലിയൊരു മാതൃകയാണ്. അബ്രാഹാം ദൈവത്തോട് ചേർന്ന് ജീവിച്ച ഒരു മനുഷ്യനാണ്. അവൻ ആവശ്യമായതെല്ലാം ദൈവം നൽകിയിട്ടുണ്ട്, ഒരു കുഞ്ഞൊഴികെ. എന്നാലും ദൈവത്തിനു വേണ്ടി അവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ആയുസ് മുഴുവനും ദൈവത്തോട് ചേർന്ന്, പിതാവിനോട് ചേർന്ന ജീവിതം ജീവിക്കുകയാണ്. അവൻ ഒരിക്കലും, ഞാൻ ഇപ്രകാരമാണ് ചിന്തിക്കുന്നത്, അവൻ ഒരിക്കലും ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. മറിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം അത് എൻ്റെ ജീവിതത്തിൽ വരണം എന്ന് മാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാവും.